താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കാൻ ക്ഷണം കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് അങ്കമാലി സ്വദേശി അഗസ്റ്റിനും ഭാര്യ ഫിലോമിനയും കുടുംബവും. ഉച്ചയ്ക്ക് ഊണ് മാത്രം വിൽക്കുന്ന ചെറിയ ഹോട്ടൽ നടത്തിയാണ് ഇവർ ജീവിക്കുന്നത്. എനിക്ക് ഡൽഹിയിൽ നിന്ന് കാണണം, പ്രധാനമന്ത്രിയിൽ നിന്ന് നേരിട്ട് അനുഭവിക്കണം എന്നുള്ളൊരു മാനസികമായിട്ടൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ കുടുംബം പോലും തോന്നിയപ്പോ എനിക്ക് അതിൽ കൂടുതൽ താല്പര്യമായി. അപ്പൊ അതാണ് അദ്ദേഹത്തിന് ഷെയ്ക്കാൻഡ് കൊടുക്കുക എന്റെ പോളിസി അതാണ്. അങ്കമാലി ചെമ്പന്നൂരിൽ പെട്ടിക്കട നടത്തുകയായിരുന്നു അഗസ്റ്റിൻ. കടയിലെ വരുമാനവും കുറവും കുടുംബം പുലർത്താൻ ബുദ്ധിമുട്ടുമായിരുന്നു. 2018 ലഭിച്ച വഴിയോര കച്ചവടക്കാരെ സഹായിക്കുന്ന സ്വനിധി പദ്ധതിയിലൂടെ അഗസ്റ്റിന് സഹായം ലഭിച്ചു. അതുകൊണ്ട് കട വലുതാക്കി ഉച്ചയ്ക്ക് ഊണ് മാത്രം വിൽക്കുന്ന ഹോട്ടലാക്കി മാറ്റി. 7 വർഷമായി ഞാൻ ഒരു പെട്ടിക്കട നടത്തുന്നു. ആ പെട്ടിക്കടയിൽ നിന്ന് എനിക്ക് യാതൊരു വരുമാനം ഇല്ലാതെ ജീവിക്കാണ്. ആ സമയത്താണ് പ്രധാനമന്ത്രിയുടെ ഒരു പ്രത്യേക ഒരു സഹായം എനിക്ക് ലഭിച്ചത്. ആ സഹായം ലഭിച്ചതിന് ശേഷം ഞാൻ എന്റെ കട ദൂരീകരിച്ചു. എന്റെ കുടുംബം ഒരുവിധം നല്ല രീതിയിൽ വന്നു. ആ വരുമാനം കൂടി. ആ വരുമാനത്തിലൊപ്പം ഞാൻ ജീവിച്ചു പോകണം. വീട്ടിൽ നിന്നും ഭക്ഷണം തയ്യാറാക്കി ഹോട്ടലിൽ എത്തിച്ചാണ് വിൽക്കുന്നത്. 60ഓളം ഊണാണ് ഒരു ദിവസം വിൽക്കുക. അഗസ്റ്റിനും ഭാര്യ ഫിലോമിനയും കൂടിയാണ് പാചകവും വിൽപ്പനയും. കേന്ദ്ര സർക്കാരിന്റെ വഴിയോര കച്ചവടക്കാർക്കുള്ള സഹായം കിട്ടിയതിന് ശേഷം ഞങ്ങൾക്ക് കടയൊക്കെ ഒന്നും കൂടി വലുതാക്കി ഞങ്ങള് കച്ചവടം ഇത്തിരി കൂടി പുരോഗമിച്ചു. അപ്പൊ അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുകൂടാതെ ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരുടെയും കൊണ്ടുപോകും എന്നുള്ളത് അറിഞ്ഞപ്പോ ഞങ്ങൾക്ക് സന്തോഷമായി. ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല എന്നപ്പോ പുള്ളിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പുള്ളി പോണില്ല, ഞാനുണ്ടെന്ന് പറഞ്ഞപ്പോ പുള്ളിക്ക് ഭയങ്കര ഹാപ്പിയായി. പുള്ളിയാണ് ഇതിന് അപ്പൊ നമുക്ക് പോകാന്നുള്ള ഒരു ഇതിൽ വന്നത്. ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കാൻ അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രിയുടെ ക്ഷണം ലഭിച്ചത് വളരെ സന്തോഷപ്രദമാണെന്ന് അഗസ്റ്റിൻ പറഞ്ഞു. അവസരം കിട്ടിയാൽ ഡൽഹിയിൽ ചെല്ലുമ്പോൾ മോദിയെ പരിചയപ്പെടണമെന്നാണ് അഗസ്റ്റിന്റെ ആഗ്രഹം. പിന്നെ നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനും നമുക്ക് ഹിന്ദി അറിയില്ലല്ലോ. ആഗ്രഹം എന്ന് പറഞ്ഞാൽ സ്നേഹം, ഊഷ്മളം, അതാണ് എന്റെ ആഗ്രഹം.